നമസ്കാരം. റിച്ച് ഇന്ത്യൻ കൾച്ചറിലേക്ക് സ്വാഗതം. പഞ്ചാക്ഷരി മന്ത്രങ്ങളാൽ ഭക്തലക്ഷങ്ങൾ മഹാദേവനെ സ്തുതിക്കുന്ന പുണ്യദിനമാണ് മഹാശിവരാത്രി. ത്യാഗത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും ആത്മജ്ഞാനത്തിൻ്റെയും മൂർത്തിയായ ശിവൻ ജഗത് ഗുരുവും ജഗത് പിതാവുമാണ്. മഹാശിവരാത്രി എന്നത് പലരും പല രൂപത്തിലാണ് അർത്ഥമാക്കുന്നത്. ഒരു ആത്മീയ അഭിലാഷിക്ക് ശിവരാത്രി നാളിൽ ഉണർന്നിരിക്കുക എന്നത് ലക്ഷ്യത്തെക്കുറിച്ചുള്ള അവബോധത്തിൻ്റെയും ഏകത്വത്തിൻ്റെയും പ്രതീകമാണ്. ശിവരാത്രിയിലൂടെ പ്രകടമാകുന്ന ഏറ്റവും പ്രധാന ആശയം അജ്ഞതയെയും അന്ധകാരത്തെയും മറികടക്കുക എന്നതാണ്. മിക്കവാറും എല്ലാ ആഘോഷങ്ങളുടെയും പുറകിലുള്ള ആശയവും ഇതുതന്നെയാണ്. ശിവരാത്രി മുഴുവൻ ഉണർന്നിരിക്കുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം വെറുതെ ഉണർന്നിരിക്കലല്ല, രാത്രിയെ ഉണർവ് നിറഞ്ഞതാക്കുക എന്നതാണ്. ശിവരാത്രിയെ ഉണർവിൻ്റെ രാത്രിയാക്കുക എന്നതാണ് പ്രധാനം. മാഘമാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദശി ദിവസമാണ് ഭാരതം മുഴുവൻ മഹാശിവരാത്രിയായി ആഘോഷിക്കുന്നത്. അതായത് കുംഭമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ 13-ാം രാത്രിയും 14-ാം പകലുമാണ് മഹാശിവരാത്രിയായി ആഘോഷിക്കുന്നത്. വ്രതശുദ്ധിയോടെ ശിവപൂജകളുമായി ഉപവാസമിരിക്കുന്നതും ഉറക്കമിളയ്ക്കുന്നതും ശിവരാത്രിയുടെ പ്രധാന ആചാരങ്ങളാണ്. മഹാശിവരാത്രിയുമായി ബന്ധപ്പെട്ട് നിരവധി ഐതിഹ്യങ്ങളാണ് നിലനിൽക്കുന്നത്. പാലാഴി മഥനത്തിനിടെ ലോകരക്ഷാർത്ഥം കാളകൂട വിഷം കഴിച്ച മഹാദേവന് ആപത്തൊന്നും വരാതിരിക്കാൻ പാർവതീദേവിയും മറ്റ് ദേവീദേവന്മാരും ഉറക്കമിളച്ച് വ്രതമനുഷ്ഠിച്ച് പ്രാർത്ഥിച്ച ദിവസമാണ് മഹാശിവരാത്രി എന്നൊരൈതിഹ്യമുണ്ട്. ഈ ദിവസം വ്രതമനുഷ്ഠിക്കാൻ നിർദ്ദേശിച്ചത് ഭഗവാൻ തന്നെയാണെന്ന് ഭക്തജനങ്ങൾ വിശ്വസിക്കുന്നു. പരമശിവൻ ആദ്യമായി താണ്ഡവ നൃത്തമാടിയ ദിനമായും ശിവരാത്രിയെ വിശേഷിപ്പിക്കുന്നു. ആ മഹാനടനത്തിൽ സൃഷ്ടിസ്ഥിതി സംഹാരത്തിലൂന്നിയ പ്രപഞ്ച സൃഷ്ടി രൂപപ്പെട്ടു. ശിവപാർവതിമാരുടെ വിവാഹം നടന്ന ദിനമായി ഇന്ത്യയിൽ വിവിധ ഭാഗങ്ങളിൽ ശിവരാത്രിയെ കണക്കാക്കുന്നു. മഹാശിവരാത്രി എന്നത് ശിവന്റെയും ശക്തിയുടെയും ഒത്തുചേരലിന്റെ രാത്രിയാണെന്നാണ് കരുതപ്പെടുന്നത്. മറ്റു പല ആഘോഷങ്ങളിൽ നിന്നും വ്യത്യാസമായി മഹാശിവരാത്രി എന്നത് ആത്മപരിശോധനയ്ക്കു കൂടിയുള്ള ഒരു രാത്രിയാണ്. രാജ്യത്തുടനീളമുള്ള ഭക്തർ അവരവരുടെ പ്രാദേശിക ആചാരങ്ങൾക്കനുസൃതമായി ശിവരാത്രി ആഘോഷിക്കുന്നു. മഹാശിവരാത്രി വ്രതം എന്നത് ഭഗവാന്റെ അനുഗ്രഹം നേടുന്നതിന് മാത്രമല്ല, സ്വന്തം നിശ്ചയദാർഢ്യത്തിന്റെ പരീക്ഷണം കൂടിയാണ്. ശിവൻ ജ്യോതിരൂപത്തിൽ പ്രത്യക്ഷമായ പുണ്യമുഹൂർത്തമാണ് മഹാശിവരാത്രി എന്നും കരുതുന്നു. ജ്യോതിരൂപത്തിൽ പ്രത്യക്ഷനായ ശിവൻ വിഷ്ണുവിനോടും ബ്രഹ്മാവിനോടും തന്റെ ആദിയും അന്തവും കണ്ടെത്താൻ പറഞ്ഞതായും ഇതേ ദിനത്തിലാണെന്നും പറയുന്നു. ഈ വർഷത്തെ മഹാശിവരാത്രി വളരെ സവിശേഷമായതും അപൂർവവുമാണ്. അതെന്താണെന്ന് വെച്ചാൽ ശനിയാഴ്ചയും പ്രദോഷവും ചേർന്ന് വരുന്ന ദിവസമാണ് ഇത്തവണത്തെ മഹാശിവരാത്രി. ശനിയാഴ്ചയും പ്രദോഷവും ഒരുമിച്ച് വരുന്ന ശനിപ്രദോഷം തന്നെ അത്യുത്തമമാണ്. അതുകൂടാതെ മഹാശിവരാത്രി കൂടി അന്നേ ദിവസം വരുമ്പോൾ ഈ ദിവസം കൂടുതൽ അനുഗ്രഹീതമാകുന്നു. പ്രദോഷത്തിനെക്കുറിച്ചുള്ള വീഡിയോ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. പ്രദോഷത്തിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ആ വീഡിയോയിൽ നിന്നും മനസ്സിലാക്കാം. ശിവരാത്രി ദിനത്തിൽ ശിവപ്രീതികരമായ കർമ്മങ്ങൾ ചെയ്യണം. അതിൽ ഏറ്റവും പ്രധാനം അന്നദാനമാണ്. വിശന്നിരിക്കുന്ന ഒരാൾക്കെങ്കിലും അന്നദാനം ചെയ്യാൻ കഴിഞ്ഞാൽ അത് പുണ്യമായി കരുതാം. ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നവർക്കും അല്ലാത്തവർക്കും മന്ത്രജപം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ദിനത്തിൽ ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം കഴിയുന്നത്ര തവണ ജപിക്കാവുന്നതാണ്. ഇതുകൂടാതെ ശിവപഞ്ചാക്ഷരി സ്തോത്രം, ശിവാഷ്ടകം, ശിവസഹസ്രനാമം, ശിവപുരാണം എന്നിവ പാരായണം ചെയ്യുന്നതും നല്ലതാണ്. ത്യാഗത്തിൻ്റെയും ധ്യാനത്തിൻ്റെയും നിശബ്ദതയുടെയും മഹാശിവരാത്രി ഇരുട്ടിൻ്റെയും ശൂന്യതയുടെയും കൂടിച്ചേരലാണ്. ഒപ്പം ലോകം വെളിച്ചത്തിലേക്കും സൃഷ്ടിയിലേക്കും മടങ്ങി വരുന്നതിൻ്റെ നിശബ്ദ ജാഗ്രതയാണ്. നമ്മുടെ സംസ്കാരം, ആചാരങ്ങൾ, ഉത്സവങ്ങൾ എന്നിവയ്ക്കെല്ലാം തന്നെ ആഴത്തിലുള്ള അർത്ഥമുണ്ട്. അവയെല്ലാം തന്നെ ഒരു പ്രത്യേക ഊർജവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. ശിവൻ ഒരു ഊർജമാണ്, ഒരു തത്വമാണ് എന്ന ശാശ്വതമായ വസ്തുതയുടെ തിരിച്ചറിവ് നമ്മളെ പരമമായ ആനന്ദത്തിലേക്ക് നയിക്കുന്നു. ആലസ്യത്തിൽ ആണ്ടുകിടക്കുന്ന മാനവരാശിയെ തട്ടിയുണർത്തി
മാനസികവും ശാരീരികവും ആത്മീയവുമായ ഉത്തേജനമേകാൻ വർഷത്തിലൊരിക്കൽ കടന്നുവരുന്ന മഹാശിവരാത്രി കാരണമാകുന്നു. ക്ഷണികമായ എല്ലാത്തിൽ നിന്നും മനസ്സിനെ പിന്തിരിപ്പിച്ച് നിദ്രയെയും ആലസ്യത്തെയും കൈവെടിഞ്ഞ് ഭയം, ക്രോധം, കാമം, മത്സരം എന്നീ മനോവികാരങ്ങളെയെല്ലാം കൈവെടിഞ്ഞ് ശുഭവും ദൈവീകവുമായ കാര്യങ്ങൾ ചിന്തിച്ച് ഉന്നതിയിലെത്താനാണ് ശിവരാത്രി വ്രതം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ലോക ജനതയ്ക്ക് വഴികാട്ടിയായി ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് കൈപിടിച്ച് നടത്താൻ ഭഗവാൻ എല്ലാവർക്കും ഒപ്പമുണ്ടാവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും റിച്ച് ഇന്ത്യൻ കൾച്ചറിൻ്റെ മഹാശിവരാത്രി ആശംസകൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യുക. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.